റിപ്പൾഷൻ മോട്ടറിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് റിപ്പൾഷൻ എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ രണ്ട് മാഗ്നറ്റിൻ്റെ ലൈറ്റ് പോൾസ് അടുത്തടുത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു റിപ്പൾഷൻ നടക്കും. ഇതൊരു ബേസിക് കോൺസെപ്റ്റാണ്, ദാറ്റ് ഈസ് വികർഷണം നടക്കും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പൾഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ റിപ്പൾഷൻ മോട്ടോർ? ഇതൊരു സിംഗിൾ ഫേസ് AC ഇലക്ട്രിക് മോട്ടോറാണ്. ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് റിപ്പൾഷൻ്റെ ബേസിസിലാണ്. ഓക്കെ, നമ്മൾ മുൻ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു യൂണിവേഴ്സൽ മോട്ടറിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെയുള്ളൊരു കമ്മ്യൂട്ടേറ്റർ മോട്ടറാണ് റിപ്പൾഷൻ മോട്ടറും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റിപ്പൾഷൻ മോട്ടർ AC സപ്ലൈയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച യൂണിവേഴ്സൽ മോട്ടറൊക്കെ AC സപ്ലൈയിലും DC സപ്ലൈയിലും ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ മോട്ടറിനെ പറ്റിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പ്ലീസ് ടു ചെക്ക്. സോ കമ്മിങ് ബാക്ക് ടു റിപ്പൾഷൻ മോട്ടോർ. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു റിപ്പൾഷൻ അല്ലേ? അപ്പോൾ ഈ റിപ്പൾഷൻ എവിടെയാണ് ആക്ച്വലി സംഭവിക്കുന്നത് നോക്കാം. ഈ മോട്ടറിൻ്റെ റോട്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അവിടെ ആ ഒരു മാഗ്നറ്റിക് പോളും അതുപോലെ തന്നെ സ്റ്റേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് പോളും സെയിം പൊളാരിറ്റിയിൽ വരും. അപ്പോൾ അവിടെ എന്ത് വരും? ഒരു സെയിം പൊളാരിറ്റി വരുമ്പോൾ റിപ്പൾഷൻ വരും അല്ലേ? സോ അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ജനറേറ്റ് ആവും. ആ റിപ്പൾസീവ് ഫോഴ്സ് ജനറേറ്റ് ആകുന്നതിൽ നിന്നിട്ടാണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ടോർക്ക് വെച്ചിട്ടാണ് ഈ റിപ്പൾഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ റിപ്പൾസീവ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന മോട്ടോർ ആയതുകൊണ്ട് ദ നെയിം റിപ്പൾഷൻ മോട്ടോർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പൾഷൻ മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കാം, ഇതിൻ്റെ ഔട്ടർ കവറിങ്, അതിൻ്റെ ഉൾഭാഗത്തായിട്ടൊരു ലാമിനേറ്റഡ് അയൺ കോറുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റേറ്റർ, റോട്ടർ ഭാഗം, കമ്മ്യൂട്ടേറ്റർ ആൻഡ് ഇവിടെ ബിയറിങ്സ് ഒക്കെ കാണാം. സോ ആദ്യം സ്റ്റേറ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്റ്റേറ്റർ വൈൻഡിങ്ങിലാണ് നമ്മൾ AC പവർ സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എനർജൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് ടു റിമെമ്പർ. നെക്സ്റ്റ് റോട്ടർ പറയാം. റോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു DC മോട്ടോർ ആർമേച്ചറിൻ്റെ വൈൻഡിങ് പോലെ തന്നെയാണ് റോട്ടറിൻ്റെ വൈൻഡിങ്ങും. റോട്ടറിന് ചുറ്റിനുമായിട്ടായിരിക്കും വൈൻഡിങ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ദാറ്റ് പോയിന്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, ഈ റോട്ടർ വൈൻഡിങ്ങിന് പവർ കിട്ടുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ നിന്നാണ് വയ ഇൻഡക്ഷൻ. ഓക്കെ, സോ റോട്ടർ വൈൻഡിങ്ങിൽ തനിയെ പവർ ഡെവലപ്പ് ആകുന്നില്ല, സ്റ്റേറ്റർ വൈൻഡിങ്ങിലാണ് AC സപ്ലൈ ഉള്ളത്. അപ്പോൾ അതുവഴി ഇൻഡക്ഷൻ വഴിയാണ് റോട്ടറിന് ഈ പവർ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് ടു നോട്ട്. നെക്സ്റ്റ് ഭാഗമാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ റോട്ടർ വൈൻഡിങ്ങുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ്. പിന്നെ ബ്രഷസ്, ഈ ഒരു ഭാഗമാണ് കമ്മ്യൂട്ടേറ്റർ. നെക്സ്റ്റ് പറയുന്ന ബ്രഷസ് ആണ്. ഇവിടെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ബ്രഷസ്. ഇവിടെ റിപ്പൾഷൻ മോട്ടറിൻ്റെ ബ്രഷസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലുള്ള ബ്രഷസും തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ലോ റെസിസ്റ്റൻസ് വയർ വെച്ചിട്ടായിരിക്കും ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഈ ചിത്രത്തിലും നിങ്ങൾക്ക് കാണാം, ഇവിടെ AC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. രണ്ട് വശത്തായിട്ട് സ്റ്റേറ്റർ വൈൻഡിങ് ആണ്, ഇത് റോട്ടറാണ്. പിന്നെ രണ്ട് വശത്തായിട്ടുള്ള ബ്രഷ് ഉണ്ട്. ഈ രണ്ട് ബ്രഷിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുള്ള വയറിങ്ങും കാണാം. ഓക്കെ, നെക്സ്റ്റ് ഈ പിക്ചറിൽ നമ്മൾ റിപ്പൾഷൻ മോട്ടറാണ് കാണിച്ചിരിക്കുന്നത്. AC സോഴ്സ്, സ്റ്റേറ്റർ വൈൻഡിങ്സ് ഉണ്ട്, ബ്രഷസ് ഉണ്ട്. ബ്രഷിനെ ഷോർട്ട് ചെയ്തിരിക്കുന്നതും കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ആ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റിപ്പൾഷൻ മോട്ടോറാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈ പിക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, സിംഗിൾ ഫേസ് AC സപ്ലൈ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക്. രണ്ട് വശത്തായിട്ടും സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ട്. ആൻഡ് റോട്ടർ വൈൻഡിങ് നോക്കൂ, റോട്ടറിന് ചുറ്റുമായിട്ടാണ് റോട്ടർ വൈൻഡിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ കമ്മ്യൂട്ടേറ്റർ. രണ്ട് ബ്രഷസ് കാണിച്ചിട്ടുണ്ട്. ഈ ബ്രഷ് രണ്ടും ഷോർട്ട് സർക്യൂട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റർ വൈൻഡിങ്ങിലാണ് നമ്മൾ AC സപ്ലൈ കൊടുത്തിരിക്കുന്നത്, ആസ് യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ. അപ്പോൾ ഈ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ നമ്മൾ പറഞ്ഞതുപോലെ പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ റോട്ടർ വൈൻഡിങ്ങിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ,
അങ്ങനെ EMF ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കറണ്ട് പാസ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുക. സോ റോട്ടർ കറണ്ടിന് അതിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രഷസ്, രണ്ട് വശത്തായിട്ടുള്ള ബ്രഷസ്, ഈ ബ്രഷിൻ്റെ ആക്സിസിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഫസ്റ്റ് കാണുന്ന പിക്ചറിൽ നോക്കൂ, സ്റ്റേറ്റർ വൈൻഡിങ്സ് കാണാം. സോ സ്റ്റേറ്റർ ഫീൽഡിൽ നോർത്ത് പോളും സൗത്ത് പോളും കാണിച്ചിട്ടുണ്ട്. സോ ഇഫ് യു draw a line between this north pole and south pole, it is called a neutral axis. ഓക്കെ, ഇപ്പോൾ ഇത് സ്റ്റേറ്റർ ഫീൽഡിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ട് നമുക്കിതിനെ സ്റ്റേറ്റർ ഫീൽഡ് എന്നും പറയാം, അല്ലെങ്കിൽ മെയിൻ ഫീൽഡ് എന്നൊക്കെ പറയാം. ആൻഡ് ഓൾസോ ഈ നോക്കൂ, ബ്രഷസ് ഇവിടെ കാണാം. ഈ ബ്രഷുകൾ തമ്മിലൊരു ലൈൻ സപ്പോസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബ്രഷ് ആക്സിസ് എന്ന് പറയും. ഓക്കെ, ഈ താഴെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലൊക്കെ ഒരു ബ്രഷ് ആക്സിസ് കാണാം. സോ രണ്ട് ബ്രഷസ് ഉണ്ടാവും, ആ രണ്ട് ബ്രഷിൻ്റെ ഇടയിലുള്ള ആക്സിസ്, ദാറ്റ് ഈസ് ബ്രഷ് ആക്സിസ്. ഓക്കെ, സോ യു റിമെമ്പർ ന്യൂട്രൽ ആക്സിസ് ആൻഡ് ബ്രഷ് ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് ഇൻ ദിസ് കേസ് നമുക്ക് സ്റ്റേറ്റർ ഫീൽഡ് ആക്സിസ് എന്ന് പറയാം. സോ സ്റ്റേറ്റർ ഫീൽഡ് ആക്സിസ് ആൻഡ് ബ്രഷ് ആക്സിസ്. ഓക്കെ, സോ ഇൻ ദിസ് ഫസ്റ്റ് പിക്ചർ നമ്മുടെ സ്റ്റേറ്റർ ഫീൽഡ് ആക്സിസും അതുപോലെ ബ്രഷ് ആക്സിസും അലൈൻ ചെയ്താണ് വരുന്നത്. ഇൻ ദിസ് കണ്ടീഷൻ മോട്ടർ വർക്ക് ആവില്ല. സെക്കൻഡ് പിക്ചറിൽ നോക്കുമ്പോൾ നമ്മുടെ ന്യൂട്രൽ ആക്സിസോ സ്റ്റേറ്റർ ഫീൽഡ് ആക്സിസും അതുപോലെ ബ്രഷ് ആക്സിസ് നോക്കൂ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിലും ഇത് വർക്ക് ആവത്തില്ല. ഓക്കെ, സോ ഇൻ ഓർഡർ ടു വർക്ക് ഈ സ്റ്റേറ്റർ വൈൻഡിങ്ങിനോട് അല്ലെങ്കിൽ സ്റ്റേറ്റർ ഫീൽഡ് ആക്സിസിനോട് നമ്മുടെ ബ്രഷ് ആക്സിസ് ഒരു 15 to 20 ഡിഗ്രി ഇലക്ട്രിക്കലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അങ്ങനെ വന്നാൽ മാത്രമേ ഇവിടെ വർക്കിംഗ് നടക്കത്തുള്ളൂ. സോ ദ ബ്രഷ് ആക്സിസ് ഷുഡ് നോട്ട് അലൈൻ വിത്ത് ദ സ്റ്റേറ്റർ ഫീൽഡ് ആക്സിസ്. ഓക്കെ, ദാറ്റ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് ടു റിമെമ്പർ. സോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഡിറക്ഷനെയും മാഗ്നിറ്റ്യൂഡിനെയും എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഈസ് ബ്രഷ് ആക്സിസ് പൊസിഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ നോക്കൂ, ഇപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ പറയുന്നത് ഒരു ഐഡിയൽ സിറ്റുവേഷനാണ്. ദാറ്റ് ഈസ് മോട്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഫീൽഡ് ആക്സിസും അതുപോലെ ബ്രഷ് ആക്സിസും തമ്മിൽ പരസ്പരം അലൈൻ ചെയ്താണ് വന്നിരിക്കുന്നത്. സോ ഇൻ ദിസ് സിനേരിയോ ദ മോട്ടർ വോണ്ട് വർക്ക്. നെക്സ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഫീൽഡ് ആക്സിസ് കാണാം, അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബ്രഷ് ആക്സിസ് വന്നിരിക്കുന്നത്. സോ ഇവിടെയും വർക്കിംഗ് നടക്കത്തില്ല. നെക്സ്റ്റ് ഒരു ക്ലോക്ക് വൈസ് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കണം എന്നാണ് തേർഡ് സിനേരിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫീൽഡ് ആക്സിസ് കാണാം, ബ്രഷ് ആക്സിസ് നോക്കൂ, ടുവേർഡ്സ് റൈറ്റ് ആണ് ഇതിനൊരു അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ആൻഡ് 15 to 20 ഡിഗ്രിയും ചെരിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ക്ലോക്ക് വൈസ് ഓപ്പറേഷൻ നടക്കും. ഇവിടെ ആരോ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ കണ്ടോ, ഇവിടെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ആരോ ഇവിടെ കാണാം ക്ലോക്ക് വൈസ് ഓപ്പറേഷൻ്റെ. നെക്സ്റ്റ് സിനേരിയോയിൽ കാണുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഓപ്പറേഷൻ എങ്ങനെ നടക്കും എന്നുള്ളതാണ്. ഇവിടെ ആകുമ്പോഴത്തേക്ക് ബ്രഷ് ആക്സിസ് ടുവേർഡ്സ് ലെഫ്റ്റിലേക്കാണ് ആൻഡ് 15 to 20 ഡിഗ്രി അലൈൻമെൻറ്റും ഇവിടെയുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഫീൽഡ് ആക്സിസ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഓപ്പറേഷനാണ്. യു ക്യാൻ സീ ദ ആരോ ഹിയർ, ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, നൗ ടോർക്കിൻ്റെ ഡയറക്ഷനെയും മാഗ്നിറ്റ്യൂഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന സെക്കൻഡ് ഫാക്ടറാണ് സ്ട്രെങ്ത് ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ട് എവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, സ്റ്റേറ്റർ കറണ്ടിൽ നിന്ന് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കറണ്ടാണ് റോട്ടർ കറണ്ട് ആയിട്ട് വരുന്നത്, റോട്ടർ വൈൻഡിങ്ങിലേക്ക് വരുന്നത്. അതിൻ്റെ ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ സ്ട്രെങ്ത് ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, പിന്നെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് എപ്പോഴും റിപ്പൾസീവ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. ഓൾസോ റിമെമ്പർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, നമ്മൾക്ക് ഈ ഒരു മോട്ടറിൻ്റെ സ്പീഡിനെ വേരി ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്രഷിൻ്റെ പൊസിഷനെ ചേഞ്ച് ചെയ്താൽ മതിയാവും. ഹയസ്റ്റ് സ്പീഡ് വരുന്നത് 20 ഡിഗ്രി ഇലക്ട്രിക്കലിലാണ്. നമ്മൾ ബ്രഷിൻ്റെ അലൈൻമെൻറ്റ്, ബ്രഷ് ആക്സിസിൻ്റെ അലൈൻമെൻറ്റ് 20 ഡിഗ്രിയിൽ വരുമ്പോഴാണ് ഹയസ്റ്റ് സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഓർക്കുക, ഈ ഒരു റിപ്പൾഷൻ മോട്ടോറിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും ലോ സ്റ്റാർട്ടിംഗ് കറണ്ടും ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പ്ലീസ് റിമെമ്പർ. ഓക്കെ, ഇനി ഈ ഒരു റിപ്പൾഷൻ മോട്ടോറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ടാബുലാർ ഫോമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഒരു ജസ്റ്റ് ഒരു സമ്മറി മാത്രമാണ്. നോക്കൂ, സ്റ്റാർട്ടിംഗ് ടോർക്ക് വെരി ഹൈ ആണ്, അപ്പോൾ അത് ബ്രഷിൻ്റെ പൊസിഷൻ വെച്ച് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും.
റണ്ണിങ് ടോർക്ക് ലോ ആണ് ബിക്കോസ് ഹൈ റോട്ടർ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. സ്പീഡ് സിങ്ക്രോണസ് സ്പീഡിനെക്കാട്ടിലും സ്ലൈറ്റ്ലി എബോവ് ആണ്. പിന്നെ അത് വേരി ചെയ്യാനും പറ്റും. പവർ ഫാക്ടർ നോക്കൂ, സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിങ്ങിൽ അത് പവർ ഫാക്ടർ പുവർ ആയിരിക്കും, പക്ഷെ ലോഡ് വെക്കുന്ന അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. സോ റിമെമ്പർ, പവർ ഫാക്ടർ ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്. ഓക്കെ, ലോഡ് കൂടുന്നതനുസരിച്ച് പവർ ഫാക്ടറും കൂടും, ലോഡ് കുറയുമ്പോൾ പവർ ഫാക്ടറും കുറയും. എഫിഷ്യൻസി മോഡറേറ്റ് ആണ്. കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഹൈ സ്പീഡിൽ പക്ഷെ പുവർ ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് റിപ്പൾഷൻ മോട്ടോറിൻ്റെ അഡ്വാൻറ്റേജസ്? ആസ് വി ഡിസ്കസ്ഡ്, ഇതിൻ്റെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. നമുക്ക് ബ്രഷസ് റീപൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ റോട്ടറിൻ്റെ പവർ സപ്ലൈ ഒന്നും ഇവിടെ ആവശ്യമില്ല. നെക്സ്റ്റ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. കമ്മ്യൂട്ടേറ്ററും ബ്രഷസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് വിയർ ഔട്ടൊക്കെ ആവാം. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ ആവശ്യമായിട്ട് വരും. പിന്നെ മോഡേൺ സിസ്റ്റത്തിലൊന്നും ഇത് പൊതുവേ യൂസ് ചെയ്യുന്നില്ല. പണ്ടൊക്കെ ഇലക്ട്രിക് ട്രെയിൻസിലും മറ്റുമൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടോഴ്സും പിന്നെ ഇലക്ട്രോണിക് ഡ്രൈവ്സും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പം അത് റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ലോഡ് വരുമ്പോഴത്തേക്ക് സ്പീഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സോ റിമെമ്പർ ദാറ്റ്. ഇനി എവിടെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് നോക്കാം. നമുക്കറിയാം ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ് ഇതിനുള്ളതെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് ട്രെയിൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഈ ഹോയിസ്റ്റുകളിലും ക്രെയിനുകളിലുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹോയിസ്റ്റ്, ഫസ്റ്റ് കാണുന്ന പിക്ചറാണ് ഹോയിസ്റ്റ്, സെക്കൻഡ് കാണുന്നത് ക്രെയിന്. പിന്നെ ഫാം എക്യുപ്മെൻറ്റ്സിൽ യൂസ് ചെയ്യും, എയർ കംപ്രഷേഴ്സിൽ യൂസ് ചെയ്യും, പമ്പ്സ്, ടെക്സ്റ്റൈൽ മെഷീനറി, ഹൈ സ്പീഡ് ലിഫ്റ്റ്, പ്രിൻറ്റിംഗ് പ്രസ്സസ്, വുഡ് വർക്കിംഗ് ടൂൾസ്, സോസ്, പ്ലാനേഴ്സ്, ഇങ്ങനെയുള്ള അപ്ലയൻസസിലെല്ലാം ഇത് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇത്രയുമാണ് റിപ്പൾഷൻ മോട്ടോറിൻ്റെ ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാത്സ് ഇലക്ട്രിക്കൽ അക്കാഡമി.